നിങ്ങളിപ്പോ എന്തിനാ എന്നെ നോക്കി ഉമ്മ വെച്ചേ? ഉമ്മല്ലി വെച്ചല്ല, നിന്നെ ഉമ്മയൊന്നും വെച്ചില്ലല്ലോ. അയ്യോ, ഉമ്മ ഒക്കെ അങ്ങോട്ട് വന്നാലും മതി. 2 കൊല്ലമായി ഒരു ഉമ്മ വന്നിട്ട്. അതല്ലല്ലോ, 2 കൊല്ലല്ലേ നമ്മള് രണ്ട് വീട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ മോനാണ് കഷ്ടപ്പെടുന്നത്. 6 മാസം അവിടെ ഷട്ടിലടിക്കാൻ അവൻ. എനിക്കറിയായിരുന്നു ഈ 6 മാസം അവൻ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴേ എനിക്കറിയായിരുന്നു അവന് വിളവ് കൂടുന്നു. അത് 6 മാസം കൂടുമ്പോ വിളവെടുക്കാൻ നിന്റെ മോൻ തടി 6 മാസം കപ്പേ പറയിപ്പിക്കരുത് കേട്ടാ. നിസ്സാരം ഒരു കാര്യത്തിലല്ലേ നിങ്ങൾ എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോയത്. അത് പറ നിസാർ നിന്നെ എന്തിനടി വിളിക്കണം? പറയടി. പറയണ നിസാറിന്റെ ഭാര്യനെ കൊണ്ട് നിങ്ങൾ സിനിമയ്ക്ക് പോയത് ഇതടവ് എന്തെങ്കിലും പറയുമ്പോ ചിരിച്ചോണ്ടിരുന്നാ മതി. അപ്പൊ അതിനൊക്കെ കള്ളത്തരം ആലോചിക്കാമല്ലോ. ഉത്തരം പറ. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇവൾ അപ്ഡേഷൻ അല്ല, ഇവൾ ഇപ്പോഴും പഴയ 5ാം ക്ലാസ്സിൽ കിടക്കാണ്. ഞാനെന്ന് പറഞ്ഞ അല്പം ഇത്തിരി അപ്ഡേഷൻ ആണ്. ഞാൻ ചുമ്മാ വെറുതെ സമയം പോകുന്ന സമയത്തൊക്കെ ഞാൻ സിനിമയൊക്കെ കാണാൻ പോകുന്ന ആള്. അങ്ങനെ ഞാൻ ബുക്ക് മൈ ഷോയിൽ ഒരു ചുമ്മാ വെറുതെ ഇരുന്നപ്പോ ഒന്ന് ബുക്ക് ചെയ്തു. ഒരു ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ നേരെ തിയേറ്ററിൽ ചെന്ന് അതിശയമെന്ന് പറയട്ടെ, ഈ പറഞ്ഞ ഈ പുള്ളിയുടെ ഭാര്യ അവിടെ വന്നിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുടനെ എന്റെ അടുത്ത് ചോദിച്ചു, അണ്ണാ എന്താണ് ഇവിടെ ബാബുവേട്ടൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചുമ്മാ ഞാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഒറ്റയ്ക്കാണ് വന്നത്, പുള്ളിയെ കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചീനെ എന്താ കൊണ്ടുവരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ കുറച്ചു നാളായിട്ട് പിണങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവള് പറയാണ്, സൗകര്യം ആയില്ലേ.